ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൺസ്യൂമർ സർപ്ലസ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് സർപ്ലസ്. കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ജൂനിയേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ബികോം ഡിപ്പാർട്ട്മെൻറ്റിലെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ആക്കി കൊടുക്കുക. നമ്മുടെ ചാനലിൽ ബികോമാർക്കുള്ള വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് സെം ബികോമുകാർക്ക്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. കൺസ്യൂമർ സർപ്ലസ് ആൻഡ് പ്രൊഡ്യൂസർ സർപ്ലസ്. ഓക്കെ, അത് നമുക്ക് ഡെഫിനിഷൻ നോക്കാം. കൺസ്യൂമർ സർപ്ലസ് ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to q f of q dq മൈനസ് പി ക്യു. അപ്പോൾ ഇതിൽ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ഈ പി ക്യു എന്ന് പറയുന്നത് ഇൻ്റഗ്രലിന് വെളിയിൽ കിടക്കുന്നതാണ്. അതിനെയും കൂടി ചേർത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യരുത്. ഇത് സെപ്പറേറ്റ് നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഫ്രം 0 to q f of q dq അത് കണ്ടിട്ട് മൈനസ് പി ക്യു. ഓക്കെ, ഇനി അടുത്ത എഫ് ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫംഗ്ഷൻ. കൺസ്യൂമർ സർപ്ലസ് കാണുമ്പോൾ എഫ് ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫംഗ്ഷൻ, ക്യൂ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, പി എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം പ്രൈസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിലോട്ടങ്ങ് എഴുതി അങ്ങ് വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്കും ഒരു ബോധ്യം വരും, കാണുന്ന ടീച്ചേഴ്സിനും ഒരു ബോധ്യം വരും, നമുക്കൊരു ബോധ്യമുള്ള ആളാണെന്ന്. ഓക്കെ, ആ ബോധ്യം ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എഫ് ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫംഗ്ഷൻ, ക്യൂ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, പി എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം പ്രൈസ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത പ്രൊഡ്യൂസർ സർപ്ലസ്. പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരും പി ക്യു മൈനസ് ഇൻ്റഗ്രൽ ഫ്രം 0 to q എഫ് ഓഫ് ക്യൂ ഡി ക്യു. അവിടെ പക്ഷേ എഫ് ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ സപ്ലൈ ഫംഗ്ഷനാണ്. പ്രൊഡ്യൂസർ സർപ്ലസിൽ എഫ് ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ സപ്ലൈ ഫംഗ്ഷനാണ്. ഇവിടെ കൺസ്യൂമർ സർപ്ലസിൽ എഫ് ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫംഗ്ഷനാണ്. നാക്കൊക്കെ കൊടുക്കുന്നു. അടുത്ത പിന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, പി എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം പ്രൈസ്. അത് രണ്ടിടത്തും സെയിം ആണ്. ഓക്കെ, അപ്പോൾ അത്ര സെറ്റായി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് ദി ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുമ്പിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇൻ്റഗ്രൽസും ഡെഫിനറ്റ് ഇൻ്റഗ്രൽസും നല്ലതായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർ വേണം ഇത് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചിട്ടില്ലെങ്കിൽ അത് പഠിച്ച് സെറ്റായതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാവൂ. പിന്നെ നമുക്ക് ഈ പോർഷൻ തന്നെ തിയറി പോർഷനിലും തിയറി ആയിട്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷനൊക്കെ എഴുതി വെച്ച് നമുക്ക് എഴുതി വെക്കാം. ആദ്യം ഞാൻ പറഞ്ഞ ഇക്വേഷൻസൊക്കെ എഴുതി വെച്ചിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ തിയറി ആയി അതിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇഫ് ദി ഡിമാൻഡ് ലോ ഓഫ് സർട്ടൻ പ്രോഡക്റ്റ് ഈസ് പി ഇസ് ഇക്വൽ ടു 25 മൈനസ് 2q, കാൽക്കുലേറ്റ് കൺസ്യൂമർ സർപ്ലസ് വെൻ ഇക്വിലിബ്രിയം പ്രൈസ് ഫോർ ദി പ്രോഡക്റ്റ് ഈസ് ₹5. അപ്പോൾ നമുക്ക് പെതുക്കെ ഓരോന്നോരോന്ന് നോക്കാം. ഡിമാൻഡ് ലോ ഓഫ് സർട്ടൻ പ്രോഡക്റ്റ്. അപ്പോൾ ഡിമാൻഡ് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. പി ഇസ് ഇക്വൽ ടു 25 മൈനസ് 2q. ആദ്യം നമ്മൾ കൺസ്യൂമർ സർപ്ലസിൻ്റെ ഇക്വേഷൻ അങ്ങോട്ട് എഴുതി. എന്നിട്ട് ഡിമാൻഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഡിമാൻഡ് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? പി ഇസ് ഇക്വൽ ടു 25 മൈനസ് 2q. അത് നമ്മൾ അങ്ങോട്ട് എഴുതി വെച്ച്. ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് ക്യൂ. അപ്പോൾ എഫ് ഓഫ് ക്യൂ ഇസ് ഇക്വൽ ടു ഇത് പി ഇസ് ഇക്വൽ ടു 25 മൈനസ് 2q. അത്രയും സെറ്റായേ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് കൺസ്യൂമർ സർപ്ലസ് ആണ്. വെൻ ദി ഇക്വിലിബ്രിയം പ്രൈസ് ഫോർ ദി പ്രോഡക്റ്റ് ഈസ് ₹5. നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസ് എത്രയാണ്? 5. ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പി നമുക്ക് തന്നിട്ടുണ്ട് 5 ആണെന്ന്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പി ഇസ് ഇക്വൽ ടു 5 എന്ന് എഴുതി. അത് ഇക്വിലിബ്രിയം പ്രൈസ് ആണ്. ഇക്വിലിബ്രിയം പ്രൈസ് 5 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയായി ഇതിനകത്ത്? എഫ് ഓഫ് ക്യൂ ആയി, പി യു ആയി. ഇനി നമുക്ക് ആരെ വേണം? ക്യൂവിനെ വേണം. അപ്പോൾ ക്യൂവിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവരെ രണ്ടുപേരെയും കൂടെ കണക്ട് ചെയ്തേക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളിവിടെ ക്യാപിറ്റൽ ക്യൂവും സ്മോൾ ക്യൂ ആയത് തമ്മിൽ കൺഫ്യൂഷൻ അടിക്കരുത്. നമ്മൾ ഈ ടേമാണ് നോക്കേണ്ടത്. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്തെ ആ വേരിയബിളിനെയാണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്മോൾ ക്യൂ ആണ് ഇവിടുത്തെ ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ സ്മോൾ ക്യൂ ആണ്. അപ്പോൾ നമുക്ക് പി തന്നിട്ടുണ്ട്. പി നമുക്ക് 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ക്യൂ കണ്ടുപിടിക്കാൻ പറ്റും.
ക്യൂ കണ്ടുപിടിക്കാൻ പറ്റും. P = 25 - 2Q. പിയുടെ സ്ഥാനത്തോട്ട് നമുക്ക് തന്നിട്ടുള്ള 5 അങ്ങോട്ട് ഇട്ട് കൊടുത്തു. 25 - 2Q. 2Qനെ ഇപ്പുറത്ത് കൊണ്ടുപോയി. അപ്പം -2Q അപ്പുറത്ത് പോയപ്പം 2Q ആയി. 25 + 5 അപ്പുറത്ത് പോയപ്പം -5 ആയി. 2Q = 20. അപ്പോൾ Q = എന്ത് വരും? 20/2. അപ്പം 20/2 അതായത് 10 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് Q കിട്ടി. അപ്പോൾ നമുക്ക് 3 സാധനങ്ങളും കിട്ടി, വേണ്ടുന്ന 3 സാധനങ്ങളും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ കൺസ്യൂമർ സർപ്ലസ് എളുപ്പമാണ്. എന്താണ് ഇക്വേഷൻ? ഇൻ്റഗ്രൽ ഫ്രം 0 to Q. നമ്മുടെ ഇവിടുത്തെ Q ആരാണ്? 10. ഇൻ്റഗ്രൽ ഫ്രം 0 to 10. പിന്നെ നമ്മുടെ എഫ് ഓഫ് ക്യൂ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. താണ്ടേ എഫ് ഓഫ് ക്യൂ ഇതല്ലേ? എഫ് ഓഫ് ക്യൂ 25 - 2Q. അത് നമ്മൾ എഴുതി ഇൻറ്റു DQ -PQ. -PQ എന്ന് പറയുമ്പോൾ P നമുക്ക് 5, Q നമുക്ക് 10. 5 × 10. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? അപ്ലൈ ചെയ്തത് മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഇൻ്റഗ്രേഷനാണ് കുറച്ച് ഇതിനകത്ത് പാടായിട്ട് തോന്നുന്നത്. ഇൻ്റഗ്രേഷൻ നല്ലതായിട്ട് അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻ്റഗ്രൽ ഫ്രം 0 to 10. ആദ്യമേ നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമ്മൾ ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. സ്പ്ലിറ്റ് ചെയ്യുമ്പം ഇൻ്റഗ്രൽ 0 to 10 25 TQ മൈനസ് ഇൻ്റഗ്രൽ 0 to 10 2Q DQ എന്ന് വരും. ഓക്കെ, ഇൻ്റഗ്രൽ 0 to 10 25 DQ. അപ്പോൾ 25നെ വെളിയിലിറക്കി. അപ്പം 25 ഇൻ്റഗ്രൽ DQ എന്ന് വരും. ഇൻ്റഗ്രൽ DQ എന്ന് പറഞ്ഞാൽ Q ആണ്. പിന്നെ നമ്മുടെ ലിമിറ്റ് പോയിൻ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് 25 × Q. പിന്നെ നമ്മുടെ ലിമിറ്റ് പോയിൻ്റ് ആയിട്ടുള്ള 0 to 10. ഓക്കെ, മനസ്സിലായോ? അടുത്ത ആരാണ് നമ്മളുടെ -2 ഇൻ്റഗ്രൽ Q DQ ഫ്രം 0 to 10. -2 അതുകൊണ്ട് എഴുതി. ഇൻ്റഗ്രൽ Q DQ എന്ന് പറഞ്ഞാൽ എന്താണ്? Q²/2. അതിൽ നമ്മൾ ക്യൂവിന് മാത്രം ലിമിറ്റ് കൊടുത്ത് 0 to 10 ലിമിറ്റ് കൊടുത്തു. എന്നിട്ട് ഓക്കെ അത്ര എഴുതി. മൈനസ് എന്താണ്? 5 × 10 50. അതിനെ നമ്മൾ വെളിയിലോട്ട് ഇടണം. ഇതിനെ ഒരു ബ്രാക്കറ്റിനകത്തും ആക്കണം. അതിനെ നമ്മൾ വെളിയിലോട്ട് മാറ്റി അങ്ങോട്ട് ഇടണം. ഓക്കെ, അത്ര സെറ്റാണേ. ഇനി നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, 25 × 10 മൈനസ് ലോവർ ലിമിറ്റ് 0. ഈ ക്യൂവിൻ്റെ സ്ഥാനത്തോട്ട് 10ഉം 0ഉം ഇട്ട് കൊടുത്തു. ആദ്യമേ 10 ഇട്ട് കൊടുത്തു ക്യൂവിൻ്റെ സ്ഥാനത്ത്. മൈനസ് ലോവർ ലിമിറ്റ് 0 ഇട്ട് കൊടുത്തു. മൈനസ് പിന്നെ ഇവിടുത്തെ 2ഉം 2ഉം അങ്ങ് ക്യാൻസലായി പോകും. പിന്നെ Q² ആണല്ലേ. അപ്പോൾ ആദ്യമേ എന്ത് ചെയ്ത് ക്യൂവിൻ്റെ സ്ഥാനത്ത് 10 ഇട്ട് കൊടുത്ത് 10ൻ്റെ സ്ക്വയർ 100 മൈനസ് 0യുടെ സ്ക്വയർ 0 പിന്നെ ക്യൂവിൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുത്തു. 0യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? 25 × 10 - 0 എന്ന് പറഞ്ഞാൽ 10. 25 × 10 മൈനസ് 100. അപ്പം 250 മൈനസ് 100 എന്ന് കിട്ടി. പിന്നെ നമ്മളിവിടെ മാറ്റി വെച്ചിരുന്ന ഒരു -50. അപ്പോൾ 250 മൈനസ് 100 എന്ന് പറയുമ്പോൾ 150. 150 മൈനസ് 50 എന്ന് പറയുമ്പോൾ 100. ഓക്കെ, സെറ്റാണേ. കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ഇക്വേഷൻ നോക്കിയിട്ട് അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതാണ് സംഭവം. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്കൊരു പ്രൊഡ്യൂസർ സർപ്ലസ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ പ്രൊഡ്യൂസർ സർപ്ലസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രൊഡ്യൂസർ സർപ്ലസ് കണ്ടുപിടിക്കുമ്പം നമ്മുടെ FQ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? സപ്ലൈ ഫംഗ്ഷനായിട്ട് മാറും. ഓക്കെ, അതാണ് ഇവിടെ സപ്ലൈ ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ P = 10 + 2Q. അപ്പോൾ നമുക്ക് ആദ്യമേ ഇക്വേഷൻ അങ്ങോട്ട് എഴുതാം. പ്രൊഡ്യൂസർ സർപ്ലസ് ഈസ് ഇക്വൽ ടു PQ മൈനസ് ഇൻ്റഗ്രൽ ഫ്രം 0 to Q FQ DQ. എന്നിട്ട് നമ്മൾ FQ നമുക്ക് തന്നിട്ടുണ്ട്. FQ = P = 10 + 2Q. അടുത്തത് ആൻഡ് ഇക്വിലിബ്രിയം പ്രൈസ് ഫോർ ദ പ്രോഡക്റ്റ് ഈസ് ₹20. ഇക്വിലിബ്രിയം പ്രൈസ് തന്നിട്ടുണ്ട്, അതായത് നമ്മുടെ P തന്നിട്ടുണ്ട് 20. ഇക്വിലിബ്രിയം പ്രൈസ് തന്നിട്ടുണ്ട്, FQ തന്നിട്ടുണ്ട്, Pയും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? Q കണ്ടുപിടിക്കണം. Q എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇവിടുത്തെ വേരിയബിളാണ് ഉദ്ദേശിക്കുന്നത്. ഈ കുഞ്ഞു Q ആണ് ഇവിടുത്തെ
ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അപ്പോൾ ഈ കുഞ്ഞു ക്യൂ കണ്ടുപിടിക്കണം, സ്മോൾ ലെറ്റർ ക്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പിയുടെ സ്ഥാനത്തോട്ട് 20 ഇട്ട് കൊടുത്താണ്ട് ഈ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുക. ഞാൻ വട്ടം വരച്ച ഇക്വേഷൻ. അപ്പം പിയുടെ സ്ഥാനത്തോട്ട് 20 ഇട്ട് കൊടുത്ത് 20 = 10 + 2q. 10നെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പം 20 - 10 = 2q എന്ന് കിട്ടും. 10 = 2q എന്ന് കിട്ടി. പിന്നെ ഈ 2നെ അപ്പുറത്തോണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പോൾ q = 5 എന്ന് കിട്ടി. അപ്പം നമുക്ക് വേണ്ടുന്ന 3 സാധനങ്ങളും കിട്ടി. ഓക്കെ, സെറ്റാണേ. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വേണ്ടുന്ന 3 സാധനങ്ങൾ കിട്ടി. FQ കിട്ടി, Q കിട്ടി, P കിട്ടി. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പം പ്രൊഡ്യൂസർ സർപ്ലസ് ആകുമ്പോൾ എങ്ങനെയാണ്? PQ - ഇൻ്റഗ്രൽ 0 to Q f(q) dq. ഞാൻ ഈ ഇക്വേഷൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ അങ്ങനെയെങ്കിലും അത് മനസ്സിൽ ഓർത്തിരിക്കാനാണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം PQ എന്ന് പറഞ്ഞാൽ P നമുക്കിവിടെ 20, Q നമുക്കിവിടെ 5. 20 × 5 - ഇൻ്റഗ്രൽ ഫ്രം 0 to Q. 0 to Q. Q എന്ന് വെച്ചാൽ ഇവിടെ ആരാണ്? 5. 10 + 2q dq. എന്നിട്ട് ഇത് 20 × 5 എന്ന് പറഞ്ഞാൽ 100 പിന്നെ നമ്മൾ 10 dq. 10 dq എന്ന് പറയുമ്പം ഇൻ്റഗ്രൽ dq എന്ന് പറഞ്ഞാൽ ക്യൂവ് 0 to 5 കൊടുത്തു പ്ലസ് 2q². ക്യൂവിൻ്റെ ഇൻ്റഗ്രൽ q²/2. പിന്നെ ഈ ക്യൂവും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ ലിമിറ്റ് കൊടുത്തു. പിന്നെ നമ്മൾ 100 അടുത്ത സ്റ്റെപ്പിൽ നമ്മളിത് എക്സ്പാൻഡ് ചെയ്യാൻ പോവുക, ലിമിറ്റ് കൊടുക്കാൻ പോവുക. 100 - 10 × ക്യൂവിൻ്റെ സ്ഥാനത്ത് ആദ്യമേ 5 കൊടുത്തു. 5 - ലോവർ ലിമിറ്റ് 0 കൊടുത്തു പ്ലസ് ക്യൂവിൻ്റെ സ്ഥാനത്ത് ആദ്യമേ 5 കൊടുത്തു. അപ്പോൾ 5² - 0². ഓക്കെ, അത്രയും സെറ്റായി. ഇനി അടുത്ത 100 - 10 × 5 - 0 5. 10 × 5 പ്ലസ് 5² 25. ഓക്കെ, ഇനി 100 - 10 × 5 ബോർഡ് മാസ് വെച്ചിട്ട് ഗുണിക്കണം ആദ്യമേ. 10 × 5 50 പ്ലസ് 25. അപ്പം 50 പ്ലസ് 25 ആകുമ്പോഴത്തേന് 75. ഇപ്പോൾ 100 - 75 25 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സെറ്റല്ലേ അത്? അടുത്ത നമുക്ക് നോക്കാം. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ. 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണേ, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. നോക്കിക്കോ. ഗീവൺ ദ ഡിമാൻഡ് ഫംഗ്ഷൻ. ഓക്കെ, ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് കണ്ടപ്പോഴേ നമുക്കറിയാം. അപ്പോൾ എന്ത് കണ്ടുപിടിക്കാനായിരിക്കും? എന്താണ്? കൺസ്യൂമർ സർപ്ലസ് കണ്ടുപിടിക്കാനായിരിക്കും എന്ന് നമുക്കൊരു മനസ്സിൽ നമ്മൾ ഓർത്ത്. ഓക്കെ, അവർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് കൺസ്യൂമർ സർപ്ലസ് വെൻ P = 32.5 ആൻഡ് Q = 25. ഇവിടെ നമുക്ക് എളുപ്പമാണ്. പിയും തന്നിട്ടുണ്ട്, ക്യൂവും തന്നിട്ടുണ്ട്, f(q) തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിലും ഇട്ട് കൊടുത്താൽ പോരെ. എളുപ്പമായി. നമുക്ക് ഇക്വേഷനിലും കൊണ്ട് ഇട്ട് കൊടുക്കാം. ഇൻ്റഗ്രൽ ഫ്രം 0 to 25. ക്യൂവിൻ്റെ സ്ഥാനത്ത് 25 × 45. നമ്മുടെ f(q) ആരാണ് ഇവിടുത്തെ? ഇവിടെ ക്യാപിറ്റൽ ക്യൂ ആണേ. അപ്പോൾ ക്വാണ്ടിറ്റി എന്താണ്? ക്യാപിറ്റൽ ക്യൂ ആണ്. ക്വാണ്ടിറ്റി ക്യാപിറ്റൽ ക്യൂ തന്നെ അവർ തന്നേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ DQ എന്ന് വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. നമ്മൾ വേരിയബിൾ അനുസരിച്ച് വേണം ഇൻ്റഗ്രലിൻ്റെ ഇതൊക്കെ എഴുതാനായിട്ട്. ഓക്കെ, മൈനസ് PQ എന്ന് പറഞ്ഞാൽ P എന്ന് പറഞ്ഞാൽ 32.5 × Q എന്ന് പറഞ്ഞാൽ 25. ഓക്കെ, ഇനി നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 14നെ വെളിയിലോട്ട് ഇറക്കി. ഇൻ്റഗ്രൽ DQ എന്ന് പറഞ്ഞാൽ Q കൊടുത്തു. 0 to 25. 0 to 25 മൈനസ് 0.5നെ വെളിയിലോട്ട് ഇറക്കി കളഞ്ഞ് ക്യൂവിൻ്റെ ഇൻ്റഗ്രൽ q²/2. എന്നിട്ട് നമ്മൾ ലിമിറ്റ് കൊടുത്തു. മൈനസ് 32.5 × 25 എന്ന് പറഞ്ഞാൽ 818.5. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാം. 45 × ക്യൂവിന് പകരം ആദ്യമേ 25 കൊടുത്തു. 25 - 0 മൈനസ് 0.5. ഇവിടെ ഒരു /2 കൂടെ ഉണ്ട്, അതാരും മറക്കരുത്. 0.5/2 ഇൻറ്റു എന്താണ്? ക്യൂവിൻ്റെ സ്ഥാനത്തോട്ട് ആദ്യമേ 25 കൊടുത്തു. 25ൻ്റെ സ്ക്വയർ - 0യുടെ സ്ക്വയർ. ഓക്കെ, എന്നിട്ട് അതൊരു വലിയ ബ്രാക്കറ്റിനകത്താക്കി. മൈനസ് 812.5. ഇനി നമ്മൾ 45 × 5 45 × 25. 25 - 0 25. 45 × 25 1125 മൈനസ് 0.25
0.5/2 എന്ന് പറഞ്ഞാൽ 0.25. 0.25 ഇൻറ്റു 25ൻ്റെ സ്ക്വയർ 625. അത് രണ്ടും കൂടി ഗുണിച്ച്. അപ്പം നമുക്ക് എന്ത് കിട്ടി? 156.25 എന്ന് കിട്ടി. എന്നിട്ട് അതൊരു ബ്രാക്കറ്റിനകത്തിട്ട് എന്നിട്ട് 812.5. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി ഞാൻ കുറച്ച്. ഇത് രണ്ടും കൂടി കുറയ്ക്കുമ്പം നമുക്ക് 968.75 എന്ന് കിട്ടും. 75 968.75 എന്ന് കിട്ടും. മൈനസ് 812.5. അപ്പം നമുക്ക് 156.25 എന്ന് കിട്ടും. ഓക്കെ, സെറ്റായോ? മനസ്സിലായോ? കാൽക്കുലേഷനിലേ ഉള്ളൂ ഒരു കുറച്ച് പാടായിട്ടുള്ളത്. അപ്പം കാൽക്കുലേഷൻ പാടാണെങ്കിലും നിങ്ങൾ ഈ ഇക്വേഷൻ കാണാതെ ഒഴിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങ് കൊടുക്കുക. ഇടവും വലവും നോക്കണ്ട, അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എളുപ്പമല്ലേ? മനസ്സിലായില്ലേ ഇപ്പം അതിൻ്റെ ട്രിക്ക്? ഇനി ഇത് നോക്കി, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. നമുക്ക് ഡിമാൻഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഡിമാൻഡ് ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് കണ്ടുപിടിക്കാനായിരിക്കും? കൺസ്യൂമർ സർപ്ലസ് കണ്ടുപിടിക്കാനായിരിക്കും. ഡിമാൻഡ് ഫംഗ്ഷൻ P = 27 - 3x - x². അപ്പം നമുക്ക് അതാണ് നമ്മുടെ FQ എന്ന് എഴുതല്ലേ. ഇവിടുത്തെ വേരിയബിൾ ആരാണ്? എക്സ് ആണ്. എക്സ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? f(x) എന്ന് വേണം എഴുതാൻ. ഓക്കെ, അത് ശ്രദ്ധിക്കണേ. ഈ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, പക്ഷെ നമുക്ക് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മൾ f(x) എന്ന് എഴുതണം. അതാണ് കറക്റ്റ്. സ്റ്റൈലിനല്ല, ഒരു കറക്റ്റ്. ഓക്കെ, അപ്പോൾ വേരിയബിൾ എക്സ് ആയതുകൊണ്ട് നമ്മളവിടെ f(x) എന്ന് എഴുതി. f(x) = പിന്നെ നമ്മുടെ ഇത് f(x) ആരാണ്? P = 27 - 3x - x². ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഫൈൻഡ് കൺസ്യൂമർ സർപ്ലസ് അറ്റ് x = 3. ഓക്കെ, x = 3. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വേരിയബിളാണ് അല്ലേ. അപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയാണ്. അപ്പം നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? Q തന്നിട്ടുണ്ട്, f(q) തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ മനസ്സിൽ വിചാരിക്കണം. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി നോക്കാം. x = 3 തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയാണ്, ക്യാപിറ്റൽ Q ആണ്. ദെൻ ഇനി നമുക്ക് P കണ്ടുപിടിക്കണം അല്ലേ. P ഇല്ല, f(q)ഉം കിട്ടി, Qവും കിട്ടി. P കണ്ടുപിടിക്കണം. P കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ എക്സിൻ്റെ സ്ഥാനത്തോട്ട് എന്ത് ഇട്ട് കൊടുക്കണം? ഈ 3 അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് P കിട്ടും. അപ്പം P = 27 - 3 × 3 - 3² എന്ന് കിട്ടും. ഈ Pയുടെ ഇക്വേഷനിലോട്ട് 3 ഇട്ട് കൊടുത്തപ്പോഴത്തേന് അപ്പം 27 - 9 - 9 27 - 18 9 എന്ന് കിട്ടി. അപ്പം നമുക്കിവിടെ Pയുടെ വാല്യൂ കിട്ടി. P എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിലിബ്രിയം പ്രൈസ്. P എന്ന് പറഞ്ഞാൽ 9 എന്ന് കിട്ടി. ഇനി നമ്മൾ കൺസ്യൂമർ സർപ്ലസിൻ്റെ ഇക്വേഷൻ അങ്ങോട്ട് അപ്ലൈ ചെയ്യുക. ഇൻ്റഗ്രൽ ഫ്രം 0 to 3. പിന്നെ f(q) അല്ല, ഇവിടെ f(x) ആണല്ലേ. ഇപ്പോൾ f(x) എത്രയാണ്? 27 - 3x - x² dx. കണ്ടാ, ഞാൻ ഇവിടെ dx ഇട്ടാണ്ടോ? കാരണം ഇത് x ആണ് വേരിയബിൾ. ഓക്കെ, -PQ. P ഇവിടെ 9, Q ഇവിടെ 3. അപ്പോൾ 9 × 3. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. 27നെ വെളിയിലോട്ടിട്ട് അപ്പോൾ ഇൻ്റഗ്രൽ dx എന്ന് വരും. ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x. പിന്നെ നമ്മളിവിടെ ലിമിറ്റ് കൊടുത്ത് ഫ്രം 0 to 3 ലിമിറ്റ് കൊടുത്തു. -3യെ നമ്മൾ വെളിയിലിട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2. പിന്നെ നമ്മൾ ലിമിറ്റ് കൊടുത്ത് 0 to 3 -x²ൻ്റെ ഇൻ്റഗ്രൽ x³/3. പിന്നെ നമ്മൾ ലിമിറ്റ് കൊടുത്ത് 0 to 3. പിന്നെ നമ്മൾ വലിയൊരു ബ്രാക്കറ്റിനകത്താക്കി അതിനെ. പിന്നെ 9 × 3 27. അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലിമിറ്റ് അങ്ങോട്ട് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ആദ്യമേ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. എക്സിൻ്റെ സ്ഥാനത്തോട്ട് ആദ്യം ആരെ ഇട്ട് കൊടുക്കണം? 3 മൈനസ് ലോവർ ലിമിറ്റ് 0. 3 - 0 -3/2നെ ഞാൻ അങ്ങ് ഒന്നിച്ചങ്ങ് എഴുതി കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 3² എക്സിൻ്റെ സ്ഥാനത്ത് ആദ്യമേ 3 ഇട്ട് കൊടുക്കണം. അപ്പോൾ 3² - 0² മൈനസ് ഇത് 3യുടെ സ്ഥാനത്തോട്ട് ഇവിടെ ആരെ ഇട്ട് കൊടുക്കണം? എക്സിൻ്റെ സ്ഥാനത്തോട്ട് ആരെ ഇട്ട് കൊടുക്കണം? 3 ഇട്ട് കൊടുക്കണം. 3² മൈനസ് പിന്നെ എക്സിൻ്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കണം /3. പിന്നെ അതൊരു ബ്രാക്കറ്റിനകത്താക്കി -27. പിന്നെ 27 × 3 - 0 3. 27 × 3 എന്ന് വരും. -3/2 × 3² എന്ന് പറഞ്ഞാൽ 9 -27/3. പിന്നെ -27. ഓക്കെ, പിന്നെ ഇതിങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് 31.5 എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം വീഡിയോസ് എല്ലാം ഞാൻ
ലേറ്റായെന്ന് എനിക്കറിയാം, എന്നാലും ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും എല്ലാം കണ്ട് പഠിച്ച് അടിപൊളിയായിട്ട് എക്സാം എഴുതുക. എക്സാം കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ താങ്ക് യു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.